അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബഷീസ് ലവ്. ഇന്ന് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷാണ് കേട്ടോ. ഗൾഫിലൊക്കെ പോയവർക്ക് നല്ലോണം സുപരിചിതമായിട്ടുള്ള ഡിഷാണ്. ഹരീസ് എന്ന് പറയും. അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതിനായിട്ട് കുറച്ച് ഗോതമ്പ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് എടുത്ത് വെക്കാം. ഇതൊരു 2 കപ്പ് ഗോതമ്പാണ്. ഇത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുക. മട്ടന് ബീഫ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് മട്ടൺ ബീഫൊക്കെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ചിക്കന് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗോതമ്പ് ഇതും കൂടി മിക്സ് ചെയ്ത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. നോമ്പിന് അല്ലാത്തപ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റുള്ള ഡിഷാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഒക്കെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. അറബിക് സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മസാലകളൊന്നും ഇതിൽ ആവശ്യമില്ല. നമുക്ക് കളറിനായിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ വൈറ്റിൽ വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എരിവിന് പച്ചമുളക് അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ല. കുറച്ച് കുരുമുളക് മാത്രം ലാസ്റ്റിൽ ചേർക്കണേ ഉള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് ചിക്കന് വേവാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ വളരെ ടേസ്റ്റിയോടെയും പിന്നെ എന്തെങ്കിലും ടിപ്സും ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണ്ടവർക്ക് എൻ്റെ ചാനൽ എന്തായാലും കാണുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ഓൾ എന്ന ബട്ടണ് ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വളരെ കുറച്ച് ടൈമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ, അതെന്തായാലും കാണാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഉണ്ടാക്കുന്ന പ്രൊസീജിയേഴ്സ് നന്നായി റെഡിയായി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് പിന്നെ നമ്മൾ കഴുകി വെച്ച അതൊക്കെ ഗോതമ്പൊക്കെ ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിതിന് മുമ്പ് ഷവായ ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കിയൊരു വീഡിയോ ഉണ്ടായിരുന്നു. എല്ലാവരും അത് പോയി കാണട്ടോ. കാണാത്തവർ പോയി കണ്ട് അതുപോലെ തന്നെ ട്രൈ ചെയ്ത് ഷവായ ചിക്കൻ ഉണ്ടാക്കി നോക്കുക. അടിപൊളി കെയറിലൊക്കെ കിട്ടണ അതേ ടേസ്റ്റിലുള്ളൊരു ഷവായ ചിക്കനാണ്. ഇത് നമുക്ക് കുറച്ച് ടൈം വേവിക്കണം കേട്ടോ. ആദ്യം 2-3 വിസിൽ ഫുൾ ഫ്ലെയിമിൽ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് സിം ലോ ആക്കിയിടുക. എന്നിട്ട് കുറച്ച് ടൈം വെച്ചിട്ട് പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടി വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കുറേ സ്നാക്സിൻ്റെയും പിന്നെ അറബിക് മന്തി കുറേ റെസിപ്പി ഇട്ടുണ്ട് കേട്ടോ. ആ റെസിപ്പികളൊക്കെ പോയി നോക്കുക കാണാത്തവർ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാ ഡിഷസിലും ഒരു വെറൈറ്റി ഉണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ഇടാൻ പറ്റാതെ കുറച്ച് തിരക്കിലായിപ്പോയി. നോമ്പൊക്കെ അല്ലേ ഇനി, അപ്പോൾ അങ്ങനെ ഇടാൻ പറ്റാതെ ആയിപ്പോയി. ഇത് വേവാനെടുക്കുന്ന ടൈം മാത്രം മതി കേട്ടോ. ഇതിപ്പോൾ വെന്ത് കിട്ടി. ഞാൻ തുറന്ന് നോക്കി, അപ്പോൾ കുറച്ച് വെള്ളം കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് കുരുമുളക് ഞാൻ പറഞ്ഞു ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കാമെന്ന്. ലാസ്റ്റ് ടൈമിൽ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വലിയുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. അത് വേവിച്ചെടുത്ത് ഞാൻ കൊണ്ടുവന്നു. ഇതാകണം കേട്ടോ ഫൈനൽ ലുക്ക്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. പ്ലീസ്